കഴിഞ്ഞ ഫെബ്രുവരിയിലെ ഞങ്ങൾ തുർക്കിയിലേക്ക് ഒരു ബിസിനസ് നെറ്റ്വർക്കിംഗ് ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ അതിലിപ്പോൾ ഇസ്തംബൂളിൽ ഇറങ്ങി ആദ്യം തന്നെ കബാബ് അടിക്കണം. നമ്മൾ കബാബ് പ്രിയനാണ്. കബാബ് അടിക്കാൻ എന്താ രസം എന്ന് പറയും. ഓരോ പല ഹോട്ടലുകളിലും പല റെസ്റ്റോറൻറ്റുകളിലും പല കോലത്തിലാണ് ഷവർമയും കബാബും ഒക്കെ. ഓരോന്നും കഴിക്കുമ്പോൾ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു വെച്ചാൽ ഇതിപ്പം ഭാര്യക്കും കുട്ടികൾക്കും കൂടി കൊടുത്തിരുന്നെങ്കിൽ അവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഭയങ്കര ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കപ്പഡോക്കയിൽ പോയി ആ ഒരു ഹോട്ടൽ ബലൂണൊക്കെ എൻജോയ് ചെയ്തപ്പോഴും കപ്പഡോക്കയുടെ ഏരിയൽ വ്യൂ ഒക്കെ എടുത്തപ്പോൾ എപ്പോഴും ആ ഒരു തണുപ്പത്ത് രാവിലെ 5 മണി 5:30 മണിയാകുമ്പോൾ ഇവിടെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഭാര്യയുടെയും കുട്ടികളുടെയും കൈകളുണ്ടായിരുന്നെങ്കിൽ എന്ന് ശരിക്കും മിസ് ചെയ്ത ഒരു സമയമാണത്. അതുപോലെ തന്നെ തിരിച്ചു വന്നതും ബോസ്ഫറസ് ഡിന്നർ ആവട്ടെ, ക്രൂസ് ആവട്ടെ, അതല്ലെങ്കിൽ ഹാജിയ സോഫിയയിലൂടെയുള്ള നടത്തമാവട്ടെ, ആ ഒരു പക്ഷികൾക്കുള്ള പിന്നെ ഭക്ഷണം കൊടുക്കലാവട്ടെ, അങ്ങനെ ഒരുപാട് ഒരു മനസ്സിൽ പ്രണയമുള്ളവന് ആ പ്രണയം പ്രതിഫലിപ്പിക്കാൻ ഒരുപാട് രംഗങ്ങളോ അല്ലെങ്കിൽ ജിയോഗ്രഫിയുള്ള ഒരു സ്ഥലമാണ് ഇസ്തംബൂളും കപ്പഡോക്കയും ഒക്കെ. പ്രണയത്തിന് പേരുകെട്ട സ്ഥലങ്ങളുമാണ്, ബ്ലൂ മോസ്കോ എല്ലാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അപ്പോഴൊക്കെ ശരിക്കും ബിസിനസ് നെറ്റ്വർക്കിംഗ് ട്രിപ്പാണെങ്കിൽ മിസ്സിങ് എലമെൻറ്റ് ഞാനൊരു ദിവസം എൻ്റെ ഭാര്യയും മക്കളെയും കൊണ്ട് ഇവിടെ വന്നിരിക്കും എന്നൊരു നിയത്ത് വെച്ചിട്ട് അന്ന് ഉദ്ദേശിച്ചിട്ട് പോന്നിട്ടുള്ളത്. അതിനിപ്പോഴാണ് അവസരം ഒരുങ്ങിയത്. ഈ പെരുന്നാൾ വെക്കേഷന് ഏപ്രിൽ 2 മുതൽ 7 വരെ ഭാര്യ മാത്രമാണെങ്കിൽ സൂപ്പർ ഡൂപ്പർ. അതിൻ്റെ ഒരു അനുഭവം വേറെ തന്നെ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഭാര്യയും മക്കളുമായിട്ട് ആ തുർക്കിയുടെ റൊമാൻറ്റിക് സിറ്റികളിലൂടെ സ്വന്തം ഭാര്യയുടെ കൈപിടിച്ച് ചേർന്ന് സ്നേഹം പങ്കുവെക്കാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്.